കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ പ്രസിദ്ധമാക്കപ്പെടുന്ന ക്രൂശിന്റെ വചനത്തെ ഖണ്ഡിക്കുന്നവർക്കുള്ള മറുപടി എന്ന പരമ്പരയിലെ 7ാമത്തെ വീഡിയോ ആണിത്. ബ്രദറൻ സഭാവിശ്വാസത്തിലെ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ES തോമസ്, ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാം, ഇവർക്കുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോയും ക്രമീകരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് ലേഖനങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെയായി ഗേറ്റ് മിനിസ്ട്രീസിലൂടെ പ്രസിദ്ധമാക്കപ്പെടുന്ന ക്രൂശിന്റെ വചനം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണ്യ പദ്ധതിയെ പ്രസിദ്ധമാക്കുന്ന, നമുക്കെതിരായി നമ്മിൽ കൂടെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ വീണ്ടും അതിനെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾക്കെതിരായി 13 ഖണ്ഡനങ്ങൾ പറയുവാനായിട്ടിടയായി. ആ 13 ഖണ്ഡനങ്ങൾക്കും മറുപടി കൊടുക്കുവാൻ, തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആക്കുവാൻ ഇതിനോടകം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ജനത്തിന് കാണുവാനും അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവരുടെ ഖണ്ഡന വിഷയങ്ങളും അതിന് തിരുവചനത്തിലൂടെ കൊടുത്തിരിക്കുന്ന മറുപടിയും ഒക്കെ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് കിങ്ഡം ഓഫ് ഹെവൻ അല്ലെങ്കിൽ കിങ്ഡം ഗോസ്പൽ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അത് എന്താണെന്ന് ഒരല്പം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടാണ് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനോടകം പലരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ബ്രദറൻ ഉപദേഷ്ടാക്കന്മാരുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണോ, ഒരു ഡിബേറ്റിന് തയ്യാറാണോ എന്ന്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ദൈവവചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുക. ഇതിനെ ഡിബേറ്റ് ചെയ്ത് തർക്കിച്ച് ഇത് ശരിയാണെന്ന് വാദിച്ച് ജനത്തെ അറിയിക്കേണ്ട ഒരാവശ്യം ഞാൻ കാണുന്നില്ല. അത് ചെയ്യരുതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിൽ എന്തെങ്കിലും വിഷയങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഏത് വിഷയത്തെക്കുറിച്ചും കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ ഞങ്ങൾ സദാ അവൈലബിൾ ആണ്. ഏത് വിഷയത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ ഡിസ്കസ് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ഒരു ഡിബേറ്റിനോ ഒരു സംവാദത്തിനോ ഒരു തർക്കത്തിനോ ആ ഒരു ടൈപ്പിലുള്ള ഒരു കാര്യങ്ങൾക്കും ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാര്യം ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. ഇതൊരു എലിമെന്ററി ലെവലിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ചിലർ പ്രസ്ഥാനങ്ങളെ വളർത്തുവാനും പ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്താനും ഒക്കെ ഉള്ളൊരു വ്യഗ്രതയോടുകൂടി ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. എനിക്ക് ഇതിലുള്ള വലിയ പാണ്ഡിത്യം കാരണമൊന്നുമല്ല ഈ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നത്. ഞങ്ങൾ പറയുമ്പോൾ മനസ്സിലാകുന്നത് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് വരെ ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, പണ്ഡിതന്മാർക്കും മനസ്സിലാകുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ട്. കാര്യം നമ്മുടെ ആ പാരമ്പര്യവും നമ്മുടെ എന്താ പറയുന്നത് പിതാക്കന്മാരുടെ സമ്പ്രദായവും ഒക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒരു പ്രസ്ഥാനത്തെ എനിക്ക് വളർത്തണം, ആ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തണം എന്നൊക്കെയുള്ള അജണ്ടയൊക്കെ ഒന്ന് വിട്ടിട്ട് ദൈവവചനവും കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, സേവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കൃപയിൽ ആശ്രയിച്ച് ഈ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് തർക്കിച്ച് അതെന്നുണ്ടെങ്കിൽ സംവാദിച്ച് ഈ വിഷയത്തെ ഉറപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അതിന് താല്പര്യപ്പെടുന്നില്ല എന്ന് വിശേഷാൽ ഓർപ്പിക്കട്ടെ. ഏതൊരു വിഷയത്തെക്കുറിച്ചും, അതിന്റെ അർത്ഥം ഞങ്ങൾ എന്ത് ഒഴിഞ്ഞു മാറുന്നു എന്ന് വിചാരിക്കൽ, ഏത് വിഷയത്തിനും സദാ 24/7 നമ്മൾ അവൈലബിൾ. ഏത് വിഷയത്തിലും ഇതിനോടുള്ള ബന്ധത്തിൽ ക്ലാരിഫിക്കേഷൻ തരാൻ നമ്മൾ അവൈലബിൾ. ഒരു തർക്കത്തിനും വാദത്തിനും ഒന്നും നമ്മളില്ല. കാര്യം അതിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ഈ പുസ്തകം തർക്കിക്കാനുള്ള പുസ്തകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുക. കൃപയാൽ ആ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുക. അത് മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലാക്കാം. അല്ല, ഞങ്ങളുടെ പ്രസ്ഥാനമാണ് വലുത്, ഞങ്ങളെ ആർക്കും ജയിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ എന്തോ പ്രത്യേക ആൾക്കാരാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരോട് തർക്കിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇവിടെ ഈ വിഷയം ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് ഇതിലൂടെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ കർത്താവിന്റെ ദാസന്മാർക്കും അവർക്ക് മാത്രമല്ല പൊതുവെ ക്രിസ്ത്യൻഡത്തിന് മുഴുവനും പറ്റിയിരിക്കുന്ന ഒരു അപജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റായ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക. അത് നാം എല്ലാവരും എന്തോ യഹൂദന്റെ ഭാഗമാണ്, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്, നമ്മളെന്തോ യഹൂദന്റെ ഒരു ഓഫ് ഷൂട്ടാണ്, അതിൽ നിന്ന് വന്നിരിക്കുന്നു. 12 അപ്പോസ്തലന്മാരാണ് നമ്മുടെ തലത്തൊട്ടപ്പന്മാര്. നമ്മുടെ തറവാട് ഇസ്രായേലിലാണ്. അതുപോലെ തന്നെ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിലാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് ക്രിസ്ത്യൻഡമായിരിക്കുന്നത്. കൂടാതെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന പുസ്തകമാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് യഹൂദന് കൊടുത്തിരിക്കുന്നതാണ്, എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന് തന്നിരിക്കുന്ന പുസ്തകമാണ് ന്യൂ ടെസ്റ്റമെന്റ്. ഇന്ന് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻഡം അത് നിൽക്കുന്ന ബേസിസ് എന്ന് പറയുന്നത് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് തുടങ്ങി ആരംഭിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റിലെ ബുക്കുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസം അതിലാണ് ഉറച്ചിരിക്കുന്നത് എന്ന് ക്രിസ്ത്യാനി പൊതുവെ വിശ്വസിച്ചിരിക്കുന്നു.
എന്നാൽ ഒരു കാര്യം ഞാൻ ഊന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അതായത് ഇന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിലുമല്ല, ന്യൂ ടെസ്റ്റ്മെന്റിലുമല്ല. അതായത് ക്രിസ്തീയ വിശ്വാസം, ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്തീയ അടിസ്ഥാനം ഓൾഡ് ടെസ്റ്റ്മെന്റിലും അല്ല നിൽക്കുന്നത്, ന്യൂ ടെസ്റ്റ്മെന്റിലും അല്ല നിൽക്കുന്നത്. മറിച്ച് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്ഷിത ഗണമ ക്രിസ്ത്യാനി. അത് ഈ ബുക്കിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നതും അത് പറയുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തുമായ ഒരു അപ്പോസ്തലനായ പൗലോസ്. തന്നിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആ ഒരു രക്ഷാ പദ്ധതി ഉലക സ്ഥാപനത്തിന് മുൻപ് മുതലേ സ്വർഗത്തിൽ മർമ്മമായിരുന്ന, രഹസ്യമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്റ്റ് ആണ് ക്രിസന്റം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് അറിയാതെ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് ആരംഭിച്ചു, അവിടെ നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് തന്നു, നമ്മൾ ആ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ നിൽക്കുന്നു, അതാണ് നമ്മുടെ ബേസിസ് എന്നൊക്കെ പഠിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനി സത്യവചനത്തിൽ നിന്നും അമ്പേ അകന്നു പോയിരിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ഒന്ന് ഓർപ്പിച്ച് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന യഹൂദന്, ന്യൂ ടെസ്റ്റ്മെന്റും കൊടുത്തിരിക്കുന്ന യഹൂദന് തന്നെയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊടുത്ത ആൾക്ക് തന്നെയാണ് ന്യൂ ടെസ്റ്റ്മെന്റും കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഈ ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ ബേസിസിൽ അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് അത് പ്രഥമ ദൃഷ്ടിയാ കേൾക്കുമ്പോൾ അത് ഒരു പക്ഷെ വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊടുത്തിരുന്ന ജനത്തിന്റെ ഇടയിലേക്ക്, അതായത് ആ പഴയ നിയമത്തിലെ സഭ, ആ പഴയ നിയമസഭ തന്നെയാണ് പുതിയ നിയമത്തിലെ സഭ എന്ന് പറയുന്നത്. ആ രണ്ട് സഭയും യഹൂദന്റെ സഭയാണ്. ഇവിടെ താങ്കളുടെ ഒരു റോളേ ഇല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആർക്ക് കൊടുത്തു അവർക്ക് തന്നെയാണ് ദൈവം ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കുന്നത്. അവരുടെ ഇടയിലേക്കാണ് കർത്താവ് വരുന്നത്. അവരോടാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിലെ കാര്യങ്ങൾ കർത്താവ് പറയുവാനായിട്ട് ഇടയായത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൈവം അവർക്ക് കൊടുത്തിരുന്നെങ്കിലും അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കർത്താവ് പറയുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവര് എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളതിന്റെ ഉടയവനെയും കഴുതതിന്റെ പുൽത്തട്ടിയെയും അറിയുന്നു, എന്റെ ജനം എന്നെ അറിയുന്നില്ല. അവർ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടി, അന്യ ആരാധനയിൽ ബാൽ വിഗ്രഹങ്ങൾക്കും അശേര പ്രതിഷ്ഠകളുടെയും പുറകെ പോവുകയും ദൈവത്തിൽ നിന്ന് അമ്പെ അകന്നു പോവുകയും കാര്യങ്ങൾ, ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് കാര്യങ്ങളും ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് അവർ പുറകോട്ട് മാറിപ്പോയിരിക്കുക. കർത്താവ് ആ വിശ്വാസ ത്യാഗം സംഭവിച്ച യഹൂദരുടെ ഇടയിലേക്കാണ് വരുന്നത്, ഇസ്രായേലിലേക്കാണ് വരുന്നത്. ഇവിടെ മഹാപുരോഹിതന് കർത്താവ് ഉലകത്തിൽ അവതരിച്ചിട്ട് മനസ്സിലായിട്ടില്ല ആരാ വന്നിരിക്കുന്നത് എന്നുള്ളത്. അന്നത്തെ പണ്ഡിതന്മാരാ ശാസ്ത്രിമാർ. ആ ശാസ്ത്രിമാരുടെ തലവനാ ഗമാലിയേൽ ശാസ്ത്രി. അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല കർത്താവ് ആരാണ്, കർത്താവ് എന്തിനാ വന്നത്. അവരുടെ ഇടയിൽ 3.5 വർഷം കർത്താവ് നടന്നിട്ടും അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല. പരീക്ഷ പ്രമാണിയായിരിക്കുന്ന നിക്കോദിമോസിന് കർത്താവ് മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണോന്ന് ചോദിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആ വിഷയത്തില്. ഇവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. എന്നാൽ അത് അവർക്ക് ഒട്ടും മനസ്സിലായില്ല. കർത്താവ് ഒരു വിധത്തിലും മനസ്സിലാകാത്ത രീതിയിലാണ് വന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ആർഗ്യുമെന്റ് പറയാം. അതുകൊണ്ടാണ് അവരൊന്നും അറിയാതെ പോയത്. അതുകൊണ്ടല്ല. ഈ ബൈബിളിൽ പഴയ നിയമത്തിൽ അവർക്ക് എഴുതി കൊടുത്തിരിക്കുക, കർത്താവ് ലോകത്തിൽ വരുമ്പോൾ ഇവിടെ എന്ത് നടക്കും, എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന്. അതാണ് ജയിലിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകൻ ആളെ വിട്ട് കർത്താവിനോട് ചോദിക്കുന്നത്, വരുവാനുള്ളവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ ഇനി ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന റിപ്ലൈ ശ്രദ്ധിച്ചേ. അവിടെ പറയാ, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറുന്നു. ഭൂതങ്ങൾ വിട്ടോടുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. മനസ്സിലായോ? ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതായത് കർത്താവ് ലോകത്തിൽ വരുന്ന ആ കാലഘട്ടത്തിൽ എന്ത് നടക്കുമെന്ന് തിരുവചനത്തിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ അറിയിച്ചിരിക്കുക. അതിൽ അഗ്രഗണ്യന്മാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ അതെല്ലാം നിറപടിയായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുക. അത് ചെന്ന് യോഹന്നാനെ അറിയിക്കാൻ പറയുക. അല്ല, ഞാനാകുന്നു യേശുക്രിസ്തു എന്നൊന്നും അല്ല കർത്താവ് പറയുന്നത്. എന്ത് നിറവേറണമോ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് യോഹന്നാനെ ചെന്ന് അറിയിക്കാൻ പറയുക. അത് പറയുമ്പോൾ യോഹന്നാൻ മനസ്സിലാവും കർത്താവ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഇവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കാര്യം, അവർ അവിശ്വാസത്തിലും അവർ അന്ധകാരത്തിലും അകപ്പെട്ടിരിക്കുക. അവരെയും സാത്താൻ അതിന്റെ പിന്നിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല. ഇവിടെയാണ് കർത്താവ് ലോകത്തിൽ വന്ന് ശുശ്രൂഷിക്കുന്നത്. ഇത് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പ് ആണെങ്കിലും ആ ഇസ്രായേലിയർ എല്ലാവരും ഇസ്രായേലിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും ഇസ്രായേലിയർ എന്ന് വരികയില്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. അതിൽ നിന്ന് ഒരു ചെറിയ കൂട്ടത്തിന് ആ ഭാഗ്യം ലഭിച്ചത്. അത് വലിയ മഹാന്മാർക്കും മഹാപുരോഹിതനും ഒന്നുമല്ല, ചെറിയ കൂട്ടം, ലിറ്റിൽ ഫ്ലോക്സ്.
അത് ആ 12 പേരുടെ നേതൃത്വത്തിൽ മീൻ പിടിച്ച് നടന്നിരുന്നത് 12 ശിഷ്യന്മാരെ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ കൂട്ടം, അവർക്ക് ആ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 12:32 വാക്യത്തിൽ പറയുന്നത്, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആ ഓൾഡ് ടെസ്റ്റമെന്റിൽ അവർ എന്തിനു വേണ്ടി അവർ കാത്തിരുന്നു, അത് ഈ ചെറിയ കൂട്ടത്തിന് കൊടുക്കുക. അതായത് ഈ പുതിയ നിയമത്തിലേക്ക് വരിക. അതാണ് 12 ശിഷ്യന്മാർ, പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അടങ്ങുന്ന 12 ശിഷ്യന്മാരുടെ കൂട്ടം ആ ചെറിയ കൂട്ടത്തിലേക്ക് വരിക. ആ ഓൾഡ് ടെസ്റ്റമെന്റിനെയാണ് ന്യൂ ടെസ്റ്റമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ആ ഓൾഡ് ടെസ്റ്റമെന്റ് കർത്താവ് പറയുന്നത് കണ്ടോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ നിവർത്തിപ്പാൻ അത്ര വന്നിരിക്കുന്നു. അതിനെ നിവർത്തീകരിക്കുക. അതിന്റെ ഒരു റിഫൈൻഡ് വേർഷനാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് ട്രാൻസിറ്റ് ആയി ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളുടെ സെന്റർ പോയിന്റ് ആണ് ഈ യാഗം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ പാപം നടക്കുന്നത് കാളക്കിടാങ്ങളുടെ ആട്ടുകൊറ്റന്മാരുടെ ഒക്കെ യാഗം നടത്തുമ്പോഴാണ്. ആ യാഗ രക്തം അതിലൂടെ ഒഴിക്കുമ്പോഴാണ്, ആ രക്തത്തിലാണ് പഴയ നിയമത്തിൽ പാപം മോചിക്കുവാനായിട്ട് ദൈവം കൊടുത്തിരുന്ന ഒരു കൂദാശയ, അവർക്ക് കൊടുത്തിരുന്ന ഒരു എന്താ പറയുന്ന ഒരു ഉപദേശമാണ്. എന്നാൽ ആ സംഗതി ഇവർ എന്നേക്കുമായിട്ട് നിർത്തലായേക്കുക. കാര്യം കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, തന്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ പിന്നെ ഈ യാഗത്തിന്റെ ആവശ്യമില്ല. ഈ യാഗങ്ങളെല്ലാം അവിടെ വെച്ച് നിന്നു പോവുകയാണ്. ആ യാഗം നിന്നു പോയതുകൊണ്ട് ഈ യാഗം കഴിക്കാനുള്ള പൗരോഹിത്യ ശുശ്രൂഷയും നിന്നു പോവുക. പുരോഹിതന്റെ ആവശ്യം പിന്നെ ഇല്ല. കാര്യം ഓരോ പുരോഹിതന്മാരെയും യാഗം കഴിക്കാനായിട്ടാണ് നിയമിച്ചിരുന്നത്. ആ യാഗം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പുരോഹിതന്റെ ശുശ്രൂഷ ഇവിടെ ഇല്ല, പുരോഹിതന്റെ ആവശ്യം ഇവിടെ ഇല്ല. പുരോഹിതന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും പ്രാകാരവും ഒക്കെ അടങ്ങുന്ന ആലയത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും, മരത്തിന്റെ ചുവട്ടിൽ കൂടിയാലും ശരി, ഏതെങ്കിലും വീട്ടിൽ കൂടിയാലും ശരി, ബസ്സിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ശരി, യാത്രയിലായിരുന്നാലും ശരി, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട്. അതിന് അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ നിന്ന് കാര്യങ്ങൾ മാറി. ഇതെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ നിയമത്തെ അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് മാറി പുതിയൊരു നിയമത്തിലേക്ക് കാര്യങ്ങൾ മാറുക. അതാണ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ നിവർത്തിപ്പാനാ വന്നതെന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഇതിലെ ഒരു വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ മാറിപ്പോകത്തില്ല, അതിനെ അങ്ങനെ പുതിയ നിയമത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുവാണ്. എന്താ പറയുന്നത്, ട്രാൻസിറ്റ് ആകുകയാണ്. അല്ലാതെ ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ ഉപദേശമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അവർക്ക് കൊടുത്ത്, ന്യൂ ടെസ്റ്റ്മെന്റും അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അവരോടായി പറയുന്നത് 4 സുവിശേഷങ്ങൾ അവരുടെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് കാത്തിരുന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ജാതികളുടെ രക്ഷയ്ക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ കാണത്തില്ല. ആ 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളും അവരോട് പറഞ്ഞിരിക്കുന്ന എന്താ പറയുന്നത് 4 ടിപ്പിക്കൽ ജൂവിഷ് വില്ലേജ് ആണ് അത്. ഇത് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാതെ അതിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ട്, കർത്താവ് കാൽവറിയിലൂടെ തകർക്കപ്പെട്ട ആ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സകല മനുഷ്യർക്കും രക്ഷ ലഭിക്കുന്ന രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടവും അതിലെ വിശ്വാസത്താൽ ഏത് മനുഷ്യനെ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ഉദിച്ചിരിക്കുക. അതാണ് ക്രിസ്തീയ മാർഗം. അത് വിട്ടുകളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പോയേക്കുക. ഇവിടെ പുതിയ നിയമം കർത്താവ് കൊടുക്കാൻ കാര്യം, കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം പിന്നെ ആ യാഗവും ആ നിയമവും ആ പൗരോഹിത്യ ശുശ്രൂഷയും ആ പതാരവും ആ പഴയ നിയമത്തിലെ കൽപ്പനകളും അല്ല പുതിയ നിയമത്തിലെ കൽപ്പനകളും ഉപദേശങ്ങളും. ആ പുതിയ നിയമത്തിൽ പിന്നെ രക്ഷ നമുക്ക് കർത്താവിന്റെ കാൽവറിയിലെ വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരെല്ലാവർക്കും രക്ഷ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ ആ ഒരു കാര്യം സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു പദ്ധതി. അത് എന്റെ അഭിപ്രായമല്ല, ബൈബിൾ പറയുക. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, ഹാഡ് ദൈ നോൺ ഇറ്റ്, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ആ കർത്താവിന്റെ ക്രൂശീകരണം നിറവേറാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ആ ക്രൂശിലൂടെ ആ രക്ഷാ പദ്ധതി നിറവേറാൻ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് പോലെ ഈ പദ്ധതി ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്നു. കർത്താവ് ഇവിടെ ഒന്ന് മരിക്കുമെന്നും കർത്താവ് കഷ്ടം അനുഭവിക്കുമെന്നും മരിക്കുമെന്നും ഒക്കെ യെശയ്യാ പ്രവാചകനിൽ കൂടി, സങ്കീർത്തനങ്ങളിൽ കൂടി, ദാവീദ്യ പ്രവചനങ്ങളിൽ കൂടി ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിലൂടെ എന്താണ് നടക്കാൻ പോകുന്നത്? തന്റെ ദേഹം എന്ന തിരശീല ചീന്തി ദൈവം ഒരു രക്ഷാ പദ്ധതി ആരംഭിക്കുന്നു. അവന്റെ ആ രക്തത്തിൽ കൂടി ഒഴുകിയിരിക്കുന്ന ആ ഒഴുകിയ രക്തത്തിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീരാൻ പോകുന്നു. ഈ സുവിശേഷങ്ങളൊന്നും ഒരിടത്തും വെളിപ്പെടുത്തിയിരുന്നില്ല.
അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ കറക്റ്റ് സമയമായി കഴിഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരുവനെ വിളിക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പോളിലൂടെ ഈ സുവിശേഷം കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തുക. അതാണ് റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ 13 ലേഖനങ്ങളിൽ കൂടി അടുക്കടുക്കായിട്ട് സഭാലേഖനങ്ങളെന്നും ഇടയ ലേഖനങ്ങളെന്നും പറഞ്ഞ് 13 ലേഖനങ്ങൾ, 7 സഭകൾക്ക് 9 ലേഖനങ്ങൾ എഴുതി, 4 ഇടയ ലേഖനങ്ങൾ എഴുതി അത് നമുക്ക് തന്നിരിക്കുക. ഇതിലാണ് ആക്ച്വലി ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് റോമാ ലേഖനമെന്ന് പറയാൻ കാര്യം. ഇത് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കൊഴിച്ച ഒരു ചക്കപ്പുഴുക്ക് മാതിരി, ഒരു അവിയൽ മാതിരി ഇന്ന് ക്രിസ്ത്യാനി ആയിരിക്കുക. അതുകൊണ്ടാണ് 45,000-ലേറെ ഡിനോമിനേഷൻസ് വന്നിരിക്കുന്നത്. പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ് തന്നെയാണ് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നിരിക്കുന്നത്. ആ പഴയ നിയമത്തിലുണ്ടായിരുന്ന ഈ യോവേൽ പ്രവാചകനൊക്കെ പറയുന്ന സിയോനിൽ ഒരു കാഹളം ഓതുവീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ എന്ന് പറയുന്ന അതേ സഭ തന്നെയാണ് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആ കർത്താവിലൂടെ അറിയിച്ചിരിക്കുന്ന രക്ഷണ്യ പദ്ധതി മനസ്സിലാക്കുകയും ചെയ്ത ഒരു ചെറിയ കൂട്ടം മാത്രമേ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കി ഒരു വലിയ ബൾക്ക്, ഒരു 90% യഹൂദൻ അവിടെ കിടക്കുക. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിൽ നിന്ന് വരത്തില്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരത്തില്ല. അതിൽ നിന്ന് ഒരു ചെറിയ കൂട്ടത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുക. ഇതിനാണ് ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത്. അവർക്കാണ് ന്യൂ ടെസ്റ്റമെന്റ് കൊടുത്തിരിക്കുന്നത്. ആ ന്യൂ ടെസ്റ്റമെന്റ് അല്ല ക്രിസ്ത്യാനിറ്റി, അത് യഹൂദിയ പദ്ധതിയാണ്. പക്ഷെ നമ്മൾ യഹൂദന്മാരുടെ ശേഷിപ്പാണ്, യഹൂദയ ആ വിശ്വാസത്തിൽ നിന്ന് അവർ വീണുപോയി. അപ്പൊ പിന്നെ അതിനു പകരം നമുക്ക് അതെല്ലാം കൂടെ ലഭിച്ചു. അങ്ങനെ നമ്മളൊരു റീപ്ലേസ്മെന്റ് തിയോളജി നൈസായിട്ട് സാത്താൻ അവിടെ കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ നമ്മൾ അവരെ റീപ്ലേസ് ചെയ്തു എന്ന് വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് നമ്മൾ അറിയാതെ പോയിരിക്കുന്നത്. ഇതാ ഗേറ്റ് മിനിസ്ട്രീസ് പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യമാണ് കുറച്ചുകൂടെ താല്പര്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഒരു ദിവസം നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിന്റെ കണ്ണിൽ നോക്കി നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് മറന്നു പോകരുത്. പിതാക്കന്മാരുടെ പാരമ്പര്യം തങ്ങൾ ഫോളോ ചെയ്തു എന്ന് അവിടെ ആരും ചോദിക്കത്തില്ല. കർത്താവ് കാൽവറിയിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണ്യ പദ്ധതി അതിനെ മനസ്സിലാക്കാതെ അതിൽ കൂടിയുള്ള രക്ഷ ഈ മണ്ണിൽ നടന്നപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരു ചകിട്ടത്ത് അടിക്കാൻ പറഞ്ഞപ്പോൾ മറ്റേ ചകിടം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കണ്ടിന്യൂ ചെയ്താട്ടെ. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നാട്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് ഈ കിങ്ഡം ഓഫ് ഹെവൻ എന്താണെന്ന് അതിന്റെ ഒരു ബേസിസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ അതേ പാറ്റേണിൽ തന്നെ ഏകദേശം ഒരു 8-9 മാസം ാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് യഹൂദന് കൊടുത്തിരുന്ന പദ്ധതി, അതുമായിട്ട് നമുക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, നമ്മളെന്തോ അവരിൽ നിന്ന് ഉദിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഓഫ് ഷൂട്ട് ആണോ എന്ന്, നമ്മുടെ തറവാട് ആക്ച്വലി അവിടെ ആണോ, അതോ വഴിത്തലയ്ക്കൽ നിന്നിരുന്ന ദൈവം നമ്മളെ കർത്താവ് കരുണയാൽ രക്ഷിക്കപ്പെട്ട ഒരു രക്ഷിതഗണമാണോ നമ്മൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവസ്നേഹത്തിൽ ഈ തർക്കവും വിവാദവും വാദങ്ങളും ഒക്കെ ഒന്ന് വിട്ടിട്ട് സാവധാനം എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ ഈ ബൈബിൾ ഒന്ന് വായിക്കാൻ, കർത്താവ് കാൽവറിയിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണീയ പദ്ധതി നിങ്ങൾക്കൊന്ന് മനസ്സിലായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് ശ്രദ്ധിച്ചായിട്ട് കിങ്ഡം ഗോസ്പൽ എന്താണെന്ന് വിവരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം യഹൂദന്, അതായത് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തിരുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഈ കിങ്ഡം ഗോസ്പൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതായത് അബ്രഹാമിനെ വിളിച്ച് ദൈവം ഒരു രാജ്യം അവർക്ക് വാഗ്ദത്തമായിട്ട്, നിത്യ അവകാശമായിട്ട്, ശാശ്വത അവകാശം, എവർ ലാസ്റ്റിംഗ് പൊസഷൻ, എറ്റേണൽ പൊസഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും, ആ ജനത്തിന് ഞാൻ ദൈവമായിരിക്കും എന്ന് പറഞ്ഞ് ദൈവം കൊടുക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അതിനെയാണ് കിങ്ഡം ഗോസ്പൽ എന്ന് പറയുന്നത്. അത് ഉൽപ്പത്തിയിൽ ആരംഭിച്ച് വെളിപ്പാടിൽ തീരുന്ന ഒരു പദ്ധതിയാണ്. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നതും യഹൂദിയ വിളിയുമാണ്. ഇതിനെ നാം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇന്ന് ക്രിസ്ത്യാനിറ്റി ആ കിങ്ഡം ഗോസ്പലിലാണ് നിൽക്കുന്നത്. നാം കിങ്ഡം ഗോസ്പലിൻ്റെ ആൾക്കാരാണ്, നമ്മുടെ പ്രോമിസ് അതാണ്, നമ്മുടെ വാഗ്ദത്തം അതാണ് എന്നൊക്കെ നാം ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഈ കിങ്ഡം ഗോസ്പൽ?
എന്താണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് മനസ്സിലായെങ്കിലേ ആക്ച്വലി നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണ്, വാട്ട് ഈസ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വർഗീയ വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ കിങ്ഡം ഗോസ്പൽ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വിഷയം ഒരല്പം കൂടി ഒന്ന് ഓപ്പണാക്കി ഒന്ന് വിശദീകരിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്നോട് കൂടെ വന്നാട്ട് ഏദൻ തോട്ടം മുതൽ ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നതാണ്, ഒരു മശിഹ രക്ഷകൻ ലോകത്തിലേക്ക് അവർക്ക് വേണ്ടി അയക്കപ്പെടും. അന്ന് മുതലുള്ള ആ ദൈവിക വാഗ്ദത്തം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം എല്ലാം അങ്ങ് റിവീൽഡ് ആക്കി ആദാമിനെ കാണിക്കുന്നില്ല, ആദാമിനോട് പദ്ധതികൾ മുഴുവൻ പറയുന്നില്ല. അതിനെ ഒരു പ്രോഗ്രസീവായിട്ടാണ് അതിനെ റിവീൽ ചെയ്യുന്നത്, ഒരു പ്രോഗ്രസീവ് റെവലേഷനാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് മശിഹ ലോകത്തിലേക്ക് വരും എന്ന് അവർക്ക് അറിയാമായിരുന്നുവെങ്കിലും പുറപ്പാടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിനുശേഷം നോഹയെ വിളിക്കുകയും നോഹയുടെ കാലത്ത് ഉണ്ടാകുന്ന ആ ജലപ്രളയം, അതിൽ നിന്നും ലോക ജനതയെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിട്ട് അതിൽ നിന്നും ഒരു ചെറിയ സ്ട്രീം, അതായത് നോഹയും കുടുംബത്തെ മാത്രം വിളിച്ച് വേർതിരിക്കുന്നതും, അതിനുശേഷം ആ ഒരു ലീനിയേജിൽ തന്നെ അബ്രഹാമിനെ വിളിക്കുന്നതും അബ്രഹാമിനോട് ദൈവം ആ പ്രോമിസ് കൂടുതൽ ഉറപ്പിക്കുന്നതും ഒക്കെ ചെയ്യുമ്പോൾ ഈ ദൈവിക പദ്ധതി കൂടുതൽ റിവീൽഡ് ആക്കുക, അതായത് പ്രോഗ്രസീവായിട്ട് അത് റിവീൽഡ് ആക്കുക. അതിനെയാണ് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് എല്ലാം കൂടെ ആദമിനോട് പറഞ്ഞ് കേൾപ്പിച്ചില്ല, ആദമിനെ അറിയത്തുമില്ല. അത് പ്രോഗ്രസീവായിട്ടാണ് റിവീൽഡ് ആകുന്നത്. അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാമിനോട് ഒരു കവണന്റ് ചെയ്യുക. അപ്പോൾ അബ്രഹാമിന് ഏറെക്കുറെയൊക്കെ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി. അതുകൊണ്ടാണ് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് പഠിച്ചാൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു സംഗതി ദൈവം വാഗ്ദത്തം ചെയ്യുക. എന്നാൽ അതിൻ്റെ റെവലേഷൻ അതിനുശേഷം ആ അബ്രഹാമിൽ കൂടെ തിരഞ്ഞെടുത്ത സന്തതി പരമ്പരയായ ഇസ്രായേലിൻ്റെ വിമോചകനായിട്ട് മോശയെ വിളിക്കുമ്പോൾ ആ മോശൈക ഉടമ്പടി, മോശയിൽ കൂടി ദൈവം ഒരു കവണന്റ് ചെയ്യുക, മൊസൈക് കവണന്റ്. ആ മോശൈക ഉടമ്പടിയിൽ കൂടി അതിനെ വീണ്ടും വെളിപ്പെടുത്തും. അതിനുശേഷം കുറെ കൂടെ കഴിയുമ്പോഴത്തേന് ദാവീദ് രാജാവ് വരിക, ആ ഡേവിഡിക് കവണന്റ്, ആ ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുക, അതിലൂടെ വീണ്ടും അതിനെ കൂടുതൽ വെളിപ്പെടുത്തുക. അത് ആ രാജ്യം എങ്ങനെ ആയിരിക്കും, ആരതിനെ ഭരിക്കും, എങ്ങനെയാണ്, അതിനെയാണ് ആ കിങ്ഡം എന്ന് പറയുന്നത്. ആ രാജ്യം, ആ രാജ്യത്തിൻ്റെ സുവിശേഷം. അതിനുശേഷം അവർ ബാബേൽ പ്രവാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ദാനിയേലിനെ വിളിക്കുക, ദാനിയേലിൽ കൂടെ ദൈവം ആ കിങ്ഡം എങ്ങനെ ആയിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുക. അതായത് അന്ന് വരെയുള്ള രാജ്യങ്ങളും ഭരണങ്ങളും എല്ലാം നശിച്ചു പോകും, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. അതാണ് മശിഹ ലോകത്തിലേക്ക് വരുന്നത്, കർത്താവിൻ്റെ രണ്ടാം വരവ്. ആ കല്ല് ലോകത്തിലേക്ക് വരികയും അന്ന് വരെയുള്ള ഭരണകൂടങ്ങളെ അത് അടിക്കുകയും ആ കല്ല് ഒരു മഹാപർവ്വതമായി തീരുകയും ചെയ്യും. അതാണ് അവർക്ക് കൊടുക്കാനുള്ള രാജ്യം. ആ രാജ്യത്തെ ഒരു രാജാവ് നിത്യം നീതിയോട് വാഴും. ഇത് അവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം. അതിനുശേഷം അതിനെ കൂടുതൽ വെളിപ്പെടുത്തുക, പ്രവാചകന്മാരെ അയക്കുക. ഓരോ പ്രവാചകന്മാരിൽ കൂടെയും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ദേശം ദൈവം നിങ്ങൾക്ക് തരാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത പദ്ധതിയിലേക്ക് നിങ്ങൾ വരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവരെ സാത്താൻ ആ പദ്ധതിയിൽ കടക്കാതെ വണ്ണം മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ ചരട് വലിക്കുന്നത് സാത്താനാണ്. ഈ ഒരു പദ്ധതി ഈ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ ഭംഗിയായിട്ട് സാത്താന് മനസ്സിലാവുണ്ട്. കാര്യം ഏദൻ തോട്ടത്തിൽ അവൻ്റെ ചെവി പൊട്ടുന്ന രീതിയിൽ കർത്താവ് പറഞ്ഞത് അവൻ കേട്ടതാണ്. കർത്താവ് ലോകത്തിലേക്ക് വരുമെന്നും, എന്നാൽ ആ പദ്ധതി സ്ലോലി അതിനെ പ്രോഗ്രസീവായിട്ടാണ് റിവീൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്. മോശയുടെ കാലത്തും ദാവീദിൻ്റെ കാലത്തും ദാനിയേലിൻ്റെ കാലത്തും ഒക്കെ അതിനെ റിവീൽഡ് ആക്കി ആ പ്രവാചകന്മാരിൽ കൂടി ഈ പദ്ധതി അറിയിച്ചുകൊണ്ട് ഓരോ പ്രവാചക പുസ്തകങ്ങളും 5 മേജർ പ്രോഫറ്റ്, 12 മൈനർ പ്രോഫറ്റ്, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ ആകെ തുക ഇതാണ്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകനെ ലോകത്തിലേക്ക് അയക്കുക. യോഹന്നാൻ സ്നാപകൻ എന്താ പ്രസംഗിച്ചത്? ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം സമീപയായിരിക്കുന്നു. ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ സ്വർഗരാജ്യം, സ്വർഗം ഭൂമിയിൽ ആകുന്നത് പോലുള്ള ഒരു കിങ്ഡം,
അത് സ്വർഗരാജ്യം, ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം ഭൂമിയിൽ വരാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുങ്ങാൻ അവരോട് പറയുക. അതിനുശേഷം കർത്താവ് ലോകത്തിൽ വരിക, അവരെ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ആ ദൈവരാജ്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കർത്താവിൻ്റെ പ്രസംഗം മുഴുവനും തുടങ്ങും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കാണാം, സ്വർഗരാജ്യം സമീപയായിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് മടങ്ങി വരാൻ പോകുന്നു. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അതിന് മുൻപായിട്ടൊരു മഹാപീഡനകാലം ഉണ്ടാകും. കർത്താവ് അവരുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അത് നല്ല ഫലം കായ്ക്കാത്ത എല്ലാ മരങ്ങളും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. മനസ്സിലായോ? ആ ഒരു ഭയങ്കര ഒരു ട്രിബുലേഷൻ പീരീഡിൽ കൂടെ അവർ കടന്നു പോകും. അതിൽ കൂടെ അവരെ ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് അവരെല്ലാവരും കർത്താവിൻ്റെ ആ വരവെങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുകയും അങ്ങനെ അവർ 1000 ആണ്ടിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് കടക്കും. ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം ഭൂമിയിലേക്ക് വരും. അതിൽ 12 ഗോപുരം, 12 മതിലുകൾ, 12 സിറ്റി, 12 പേരുടെ പേരിൽ സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ റോഡുകൾ, അങ്ങനെ അനുഗ്രഹീതമായ ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് അവർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ഈ സ്വർഗരാജ്യം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, കിങ്ഡം ഗോസ്പൽ എന്ന് പറയുന്നത്. ഞാൻ 1-2 റെഫറൻസുകൾ കാണിച്ച് നിങ്ങളതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. അതാണ് കർത്താവ് അവരോട് പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഇതെല്ലാം പറയുന്നത് ഈ ഒരു നഗരത്തെക്കുറിച്ചാണ്. ഇതിനെയാണ് അബ്രഹാം മുതലേ കാത്തിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാം പറയുന്നത് അവർ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അവർ കൂടാരത്തിൽ പാർത്തുകൊണ്ട് വാഗ്ദത്തത്തിന് അവകാശികളായ ഇസഹാക്കിനെയും യാക്കോബിനോടും ചേർന്ന് കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. ആ പട്ടണമാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതിൽ അവർ നിത്യം വസിക്കും. അതിനെയാണ് പുത്തനാം യെരുശലേം എന്ന് പറയുന്നത്. ഇതാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കിങ്ഡം ഗോസ്പൽ, അല്ലെങ്കിൽ കിങ്ഡം പ്രോമിസ്. ഇത് ക്രിസ്ത്യാനോട് പറഞ്ഞിരിക്കുന്നതല്ല. ബട്ട് സംഹൗ ഇന്ന് നമ്മൾ ആ ഒരു പ്രോമിസിനകത്തിൽ കയറി പറ്റിയിരിക്കുക. അത് നമ്മുടേതാണ്, അത് നമുക്ക് കിട്ടാൻ പോകുന്നു. നമ്മൾ പുത്തനാം യെരുശലേമിൽ താമസിക്കാൻ പോകുന്നു, നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു. നമ്മളുടേതാണ് ആ ഒരു കിങ്ഡം ഗോസ്പൽ. എത്രയോ ഉപദേശങ്ങളും എത്രയോ മിനിസ്ട്രികളും ആ കിങ്ഡം മിനിസ്ട്രി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആൾക്കാർ എന്താണെന്നേ മനസ്സിലായിട്ടില്ല. ക്രിസ്ത്യാനിറ്റിയുടെ ABCD മനസ്സിലായിട്ടില്ല. ഇത് യഹൂദന്റെ പദ്ധതിയാണ്. ഞാനതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അവിടുന്ന് ആരംഭിക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. 12-ാം അധ്യായം അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുക. അബ്രഹാമിനോട് പറയും, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും. അതിൻ്റെ ഇംഗ്ലീഷ് കണ്ടില്ലേ? അതാണ് ഏറ്റവും അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം. 3-ാമത്തെ വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ കൂടി ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവരിലൂടെ ആ രക്ഷ ജാതികളിലേക്കും പോകണം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ വാക്യങ്ങൾ കണ്ടില്ല? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ടില്ലയോ? നിന്നിൽ കൂടി ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇതെല്ലാം അവരിൽ കൂടി ഈ രക്ഷ ജാതികളിലേക്ക് ചെല്ലണം എന്നുള്ള ദൈവിക പദ്ധതിയാണ്. അവർക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം അതിനെ എങ്ങനെ നിറവേറ്റുന്നു നോക്കാം. 13-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക.
അബ്രഹാമിനോട് പറയുക, ലോത്ത് പോയതിനു ശേഷം അബ്രഹാമിനോട് പറയാം, നീ എഴുന്നേറ്റിട്ട് നീ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും നോക്കാൻ പറയുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഇത് കണ്ടില്ലയോ, എറ്റേണൽ പൊസഷനാണ്. ഇത് കുറച്ചു നാളത്തേക്ക് 2000 വർഷത്തേക്ക് തരുമെന്നല്ല പറഞ്ഞത്. ഇത് എറ്റേണിറ്റിയാ, ശാശ്വത അവകാശമായി തരും. 16-ാമത്തെ വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. മനസ്സിലായോ? അവർ ഈ ഭൂമിയിലെ പൊടി പോലെ ആകും. 1000 ആണ്ട് വാഴ്ച സമയത്ത് നിങ്ങൾ കാണണം, അവർ ഈ ലോകം മുഴുവൻ നിറയും. ഈ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. ആ ലെവലിൽ അവരെ ദൈവം ഉയർത്തും, വളർത്തും. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, അത് ഞാൻ നിനക്ക് തരും. ഇതിൻ്റെ അപ്പുറത്ത് എന്താ ദൈവം അവർക്ക് പ്രോമിസ് ചെയ്യേണ്ടത്? ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രോമിസാണ്. അബ്രഹാമിനോട് പറയാം, നീ എഴുന്നേറ്റ് നെടുകയും കുറുകയും നടക്കാൻ പറയുക. എഴുന്നേറ്റ് നിന്ന് നോക്ക്, നിന്റെ കണ്ണെത്തുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്ക് അത് ശാശ്വത അവകാശമായി തരുമെന്ന് പറയുക. ഇതാ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കിങ്ഡം പ്രോമിസാണ്. അടുത്തൊരു വാക്യം കാണിക്കാം. 17-ാമത്തെ അധ്യായം, ഈ ഉൽപ്പത്തി തന്നെ 17-ാമത്തെ അധ്യായം, അതിൻ്റെ 7-8 വാക്യം ഒന്ന് വായിച്ചേ. അത് കണ്ടില്ല അവിടെ പറയുന്നത്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഇതൊന്നും ടെമ്പററി നിയമമല്ല, ഇത് നിത്യമാണ് ദൈവം പറയുന്നത്. നിത്യ നിയമം സ്ഥാപിക്കും. എന്താ അത്? 8-ാമത്തെ വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെ ശാശ്വത അവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. കണ്ടോ, ഇതാണ് എറ്റേണൽ പൊസഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. കിങ്ഡം ഗോസ്പൽ എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിൽ നിറയെ എക്സാമ്പിൾ, നിറയെ റെഫറൻസ് എനിക്കിതിനകത്തിൽ എടുത്ത് കാണിക്കാനുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഈ വീഡിയോ ദൈർഘ്യമാകുന്നതിനാൽ ഞാൻ അധികം പോകുന്നില്ല. ജസ്റ്റ് ഈ വാക്യങ്ങൾ മാത്രം, ചിലത് മാത്രം ഒന്ന് കാണിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, അതിൻ്റെ 4-6 ഇപ്പോഴത്തെ കാര്യങ്ങൾ കുറെ കൂടെ വെളിപ്പെട്ടു. മോശയെ കൊണ്ട് അവരെ ചേർത്തുകൊണ്ട് കനാൻ ദേശത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക. മോശയുടെ കാലമായി. പുറപ്പാട് പുസ്തകം വായി കഴിഞ്ഞപ്പോഴത്തേന് അവരോട് പറയുക, 19-ാമത്തെ അധ്യായം അതിൻ്റെ 4-5 വാക്യം വായിക്കാം. അവിടെ പറയാം, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടല്ലോ. ദൈവമാണ് നിങ്ങളോട് കൂടെ ഉള്ളത്. ഞാൻ കഴുകൻ്റെ ചിറകിൽ നിങ്ങളെ വഹിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ കൊണ്ടു നടക്കുക. പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിസ്തംഭമായിട്ട് ദൈവം അവരോട് കൂടെ ഇരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തിരഞ്ഞെടുത്ത ദൈവജനമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിവർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ട്രീമാണ് അവർ. ആ ജനമാണ്. അവരോട് അടുത്ത വാക്യം പറയുന്നുണ്ടോ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പെക്യുലിയർ ട്രഷർ ആയിരിക്കും എന്ന് പറയുക. നിങ്ങളൊരു പ്രത്യേക സമ്പത്തായിരിക്കും, നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമായിരിക്കും. ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ ഇന്ന് കയറി അതെല്ലാം ക്ലെയിം ചെയ്തേക്കുക. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് എന്നൊക്കെയാണ് പറയുക. എന്ത് ധൈര്യമാണ് നമ്മൾ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഇതൊക്കെ കയറി ക്ലെയിം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞിരിക്കുന്ന ജാതി വേറെ, അവരോട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ദൈവം അതെല്ലാം പറയുന്നത്. ചില വാക്യങ്ങളോടൊന്ന് കാണിച്ചോട്ടെ. 2 ശമൂവേൽ, ഞാനെല്ലാം റെഫറൻസ് വിടുകയാണ്, നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. 2 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഡേവിഡിക് കവണൻ്റാണ്, ദാവീദ്യ ഉടമ്പടിയാണ്, മൊസൈക് കവണൻ്റാണ് ഇതിനു മുമ്പ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനും ആ ഒരു മൊസൈക് കവണൻ്റ്, അതായത് മോശൈക ഉടമ്പടി കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിക് കവണന്റ്, മൊസൈക് കവണന്റ്, ഡേവിഡിക് കവണന്റ്, ഒരു ന്യൂ കവണന്റ് ഇനിയും വരാനിരിക്കുന്നു. ഇതെല്ലാം ദൈവം അവരോട് ചെയ്തിരിക്കുന്ന ഉടമ്പടികളാണ്. അതിലെ ദാവീദ് ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ദേശത്തിനെ ഒരു രാജാവ് നിത്യം നീതിയോട് വാഴും.
അതായത് യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു രാജാവ് അതിനെ നിത്യം വാഴും. നമ്മൾ വിചാരിക്കാൻ ശലോമോനെ കുറിച്ചായി പറയുന്നതെന്ന്. അങ്ങനല്ല. ഈ കർത്താവ് മശിഹ അതിനെ നീതിയോട് വാഴുന്നതിനെ കുറിച്ചാണ്. ദാവീദിന്റെ ഗോത്രത്തിൽ, ദാവീദിന്റെ കുലത്തിൽ നിന്ന് ആ യഹൂദയിലെ സിംഹമായവൻ അതിനെ നിത്യം വാഴും. ഇതൊക്കെ അതിനുശേഷം ഇനി ദാനിയേലിനെ കാണിക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് അതിനെ നിത്യം വാഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ആ ശാശ്വത അവകാശമായിട്ട് അവർക്ക് ലഭിക്കുന്ന ആ വാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മൊസൈക് കവണന്റ് ആണ് നിങ്ങളിപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ അതൊന്ന് വായിക്കാം. അത് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് മോശൈക ഉടമ്പടി. അവിടെ പറയാണ്, അണ്ടർ ദ ലോ ഗോഡ് സെഡ് ദാറ്റ് ഇഫ് ഇസ്രായേൽ ഒബേയ്ഡ് ഹി വുഡ് ബ്ലെസ് ദം ഇൻ ദെയർ ലാൻഡ് ആൻഡ് മേക്ക് ദം എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ആൻഡ് എ ഹോളി നേഷൻ. അതായത് ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നും അവരുടെ ദേശത്ത് അവരുടെ അനുഗ്രഹമായിരിക്കുമെന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും പറയുക. അങ്ങനെ അനുസരിക്കാതെ പോയാൽ അടുത്ത സ്റ്റെപ്പാണ് ഹൗവർ ഇഫ് ദേ ഡിസൊബെയ്ഡ്, അവർ ആ കർത്താവിൻ്റെ പ്രമാണത്തെ കൽപ്പനകളെ അനുസരിക്കാതെ പോയാൽ ഗോഡ് വുഡ് കേഴ്സ് ദം, He would take them out of their land and scatter them among the nations. ഉലകം മുഴുവൻ അവരെ ചിതറിച്ച് കളയും. ബൈ ചാൻസ് അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കാതെ പോയാൽ ദൈവം അവരെ ദേശം മുഴുവനും ചിതറിച്ച് കളയും. അവരുടെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും, അവരെ ചിതറിച്ച് കളയും എന്ന് പറയുക. ഇതാണ് മോശൈക് കവണന്റ് എന്ന് പറയുന്നത്. ദാവീദുമായിട്ട് ചെയ്ത ഉടമ്പടിയൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അടുത്തത് കാണുന്നത് ഡേവിഡിക് കവണന്റ്. ആ ഡേവിഡിക് കവണന്റിൽ പറയുകയാണ്, എ കിങ് ഫ്രം ദ സീഡ് ഓഫ് ഡേവിഡ് ഹു വിൽ ഓൾസോ ബി ഗോഡ്സ് സൺ. ദൈവപുത്രനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ദാവീദിന്റെ കുലത്തിൽ നിന്ന്, ദാവീദിന്റെ മുളയിൽ നിന്ന്, ഈശായുടെ വേരിൽ നിന്ന്, ദാവീദിന്റെ മുളയിൽ നിന്ന് ദൈവം ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. ഹീ വിൽ റൂൾ ഓവർ ഇസ്രായേൽ ഫ്രം ജെറുസലേം ഫോർ എവർ. കണ്ടോ, എന്നേക്കും അവൻ ഈ യെരുശലേമിൽ നിന്നുകൊണ്ട് ആ ദേശത്തെ വാഴും, ലോകത്തെ വാഴും. വെൻ ഹി ഡസ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ വിൽ ഡ്വെൽ ഇൻ ദെയർ ഓൺ ലാൻഡ് ഇൻ പീസ് ആൻഡ് സേഫ്റ്റി ഫോർ എവർ. ഈ കാലത്ത് അവർ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അവർ നിത്യം ആ ദേശത്ത് വാഴും. ഇതെല്ലാം ദൈവം അവരോട് ചെയ്തിരിക്കുന്ന കവണന്റുകളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഉപദേശങ്ങളും ഈ കവണന്റുകളും ഒക്കെ കൊടുത്തിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നതാണ് അവരുടെ സുവിശേഷം. അവരതിനു വേണ്ടിയിട്ടാണ് ഈ കാത്തിരിക്കുന്നത്. അതിൽ ദൈവത്തോടൊപ്പം നിത്യം വാഴുന്ന പദ്ധതിയാണ്. ഇതാ അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ കാണുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെയാണ് ദാനിയേലിൽ കൂടെ ദൈവം കാണിച്ചു കൊടുക്കുന്നത്. ഗബ്രിയേൽ ദൂതനെ അയച്ചിട്ട് ദാനിയേലിനോട് പറയുക, എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരാഴ്ചവട്ടത്തെ 70 വർഷമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഞാനത് കുറെ കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വിഷയം വരുന്നുണ്ട്. അന്നേരം ഞാനതിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്യാം. ഇവിടെ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. 7749, അതായത് 490 വർഷത്തെ ഒരു കാലയളവിനെ കുറിച്ച് പറയുക. ആ 490 വർഷം കൊണ്ട് ഇവരുടെ പദ്ധതിയും ഇവരുടെ ഈ ലോകത്തിലെ വാസവും എല്ലാം തീരും. അതിനുശേഷം അവർ പുത്തനാം യെരുശലേമിലേക്ക്, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ദേശത്തിലേക്ക് അവർ കടക്കും. അതാണ് അവർക്ക് കൊടുത്തിരുന്ന പ്രോമിസ്. എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതിലെ 69ാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കർത്താവ് യേശു ക്രിസ്തു അവിടെ വെച്ച് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കർത്താവ് അവിടെ വെച്ച് ക്രൂശിതനാകിയ 69ാമത്തെ ആഴ്ച കറക്റ്റ് അതിൻ്റെ ആ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരംഭിക്കുന്നത് കോരശ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്ന നാൾ മുതൽ കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശിലെ യാഗം, പ്രോപ്പിച്ചിയേഷണൽ ഡെത്ത്, അതുവരെ 69 ആഴ്ചവട്ടം, അതായത് 483 വർഷമാണ്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത 70ാമത്തെ ആഴ്ചവട്ടം, അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഈ 7 വർഷം, അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അതിലേക്ക് അവർ കടക്കും. അതാണ് എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ആ 7 വർഷം കഴിയുമ്പോൾ അത് ഭയങ്കര മഹോപദ്രവമാണ്. അതിനുശേഷം അവർ പുത്തനാം യെരുശലേമിലേക്ക് കടക്കുന്ന ആ ഒരു പദ്ധതിയിലാണ് അവരായിരിക്കുന്നത്. ഇതിനെയാണ് കിങ്ഡം ഗോസ്പൽ എന്ന് പറയുന്നത്. ഏതെല്ലാം രീതിയിൽ കൂടെ ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ഇത് അവരോട് പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. ഇതാണ് ഞാൻ സങ്കീർത്തന ഭാഗത്ത് നിന്ന് ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം, ഈ പുസ്തകം മുഴുവനും ഇതാ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 105 സങ്കീർത്തനം, അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം.
ഇവിടെ പറയുന്നത് കണ്ടില്ലോ 8 മുതൽ 11 വരെ, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകളെ 1000 തലമുറയോളം ദൈവം ഓർക്കുന്നു എന്ന് പറയുക. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമവുമായി നിയമിച്ചു. ഇതെല്ലാം യാക്കോബ് എന്നൊക്കെ പറഞ്ഞ ഇസ്രായേൽ, അവരോടൊരു നിത്യ നിയമമായിട്ട് ദൈവം അത് നിയമിച്ചു എന്ന് പറയുക. 11-ാമത്തെ വാക്യം, നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളി ചെയ്തു. ഇതാണ് അവരുടെ പ്രോമിസ്. ഇതിനെയാണ് കിങ്ഡം ഗോസ്പൽ അല്ലെങ്കിൽ കിങ്ഡം പ്രോമിസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അടുത്തതായിട്ട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇതാ ഒരു ചോദ്യമാണ്, കർത്താവ് നീ രാജ്യം എന്നാ ഞങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്, എന്നാ കർത്താവ് രാജാതിരാജാവായിട്ട് വരുന്നത്? ഇതാ അവർ ചോദിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ വാഴ്ചയെക്കുറിച്ചോ ഈ ലോകത്തിൽ റോമൻസ് അവരെ ഭരിക്കുന്നു, അത് വിട്ടിട്ട് ഞങ്ങൾ എന്ന് ഞങ്ങളുടെ സ്വന്തമായിട്ട് വാഴും എന്നൊന്നും അല്ല ചോദിക്കുന്നത്. അവരെല്ലാം ചോദിക്കുന്ന അവരുടെ നിത്യ അവകാശം, അവരുടെ പിതാക്കന്മാർ മുതലേ തല കല്ലിൽ തല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിങ്ഡത്തിന് വേണ്ടിയിട്ടാണ്. അത് എന്ന് ലഭിക്കുമെന്ന് അവർ ചോദിക്കുന്നു. ഇന്നും അവർ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതിന് മശിഹ വന്നു എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. അവർ ആ മശിഹയുടെ രാജാതിരാജാവായിട്ട് വരുന്നതിനെ കാത്തിരിക്കുക. അതാ സെക്കൻഡ് കമ്മിങ്. അതിന് മുൻപായിട്ട് ദൈവം അവരെ ക്രമീകരിക്കും. അതിനാണ് അവർ ആ മഹോപദ്രവ കാലത്തിൽ കൂടെ അവർ കടന്നു പോകും. അതിൽ കൂടെ അവരെ ശരിക്കും ദൈവം ആ ശോധനയിൽ കൂടെ കടന്നുപോയി പൊന്ന് ഉരുക്കുന്നത് പോലെ അവരുടെ വിശ്വാസത്തിൻ്റെ ശോധനയിൽ കൂടി കടന്നുപോയി അവർ ആ 1000 ആണ്ടിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുക. അവിടെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം കണ്ടില്ലേ എന്താ പറയുന്നതെന്ന്? അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. എന്തിനാ ഇങ്ങനെ പറയുന്നത്? അബ്രഹാമ്യ ഉടമ്പടിയിൽ കൂടി ദാവീദ്യ ഉടമ്പടിയിൽ കൂടെ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസ് നിറവേറ്റുവാനായിട്ട് മശിഹ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ആ കർത്താവ് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും കർത്താവ് അവരോട് പറയുന്നത് കണ്ടോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നോക്കി. അവിടെ എന്താ പറയുന്നതെന്ന്? അവിടെ 70 പേരെ കർത്താവ് സുവിശേഷം അറിയിക്കാനായിട്ട് അയക്കുക. അവരെന്ത് സുവിശേഷം അറിയിക്കുന്നത്? എന്താണ് അവരുടെ സുവിശേഷം? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് കണ്ടില്ലേ അവിടെ പറയുന്നത്? ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. മനസ്സിലായോ? അതായത് അടുത്ത വാക്യം, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ഇതാണ് അവർക്ക് പറയേണ്ടുന്നത്. അവരുടെ സുവിശേഷം ഇതാണ്. അവരോട് പറയുന്നത് 12 പേരെ ദൈവം സുവിശേഷം അറിയിക്കാനായിട്ട് അയക്കുക. കർത്താവ് ലോകത്തിൽ ജീവനോടിരിക്കുക, മരിച്ചിട്ടില്ല, ക്രൂശീകരണം നടന്നിട്ടില്ല. അവർക്ക് ആർക്കും ക്രൂശീകരണം എന്നൊരു സംഗതിയെക്കുറിച്ച് അറിയത്തേ ഇല്ല. അതിൻ്റെ തലേ ദിവസം കൂടെ കർത്താവ് പത്രോസിനോട് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, അയ്യോ കർത്താവേ നിനക്കത് സംഭവിക്കല്ലേ എന്ന്. അതിനെക്കുറിച്ചൊന്നും ഒരു കേട്ട് കേൾവി പോലും അവർക്കില്ല, അവർക്ക് അറിയത്തില്ല. ക്രൂശീകരണവും ക്രൂശിലൂടെ തുറക്കാൻ പോകുന്ന രക്ഷാ പദ്ധതിയൊന്നൊക്കെ ഇവർക്ക് അജ്ഞമാണ്. ഇവരുടെ പദ്ധതി മുഴുവനും കിങ്ഡം ഗോസ്പലാണ്. അത് പ്രസംഗിക്കാൻ ഇവരെ അയക്കുക. ഇവർ പോയി പ്രസംഗിക്കുക. അത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പാണ്. അവിടെ പ്രസംഗിക്കുമ്പോഴും അവരോട് പറഞ്ഞ് നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ. ഇത് വേറെ ആരെയും സുവിശേഷം പറഞ്ഞ് രക്ഷിക്കുന്ന പദ്ധതി അല്ല. ഇത് കർത്താവ് യെരുശലേമിലേക്കും ഇസ്രായേലിലേക്കും യഹൂദിയയിലേക്കും വന്നിരിക്കുക. അവരെ രക്ഷിക്കുന്ന പദ്ധതിയായി ഇവിടെ പ്രസംഗിക്കുന്നത്. 12 പറയുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ എന്നാണ്. 15-ാം അധ്യായം പഠിച്ചു നോക്കണം. അതിൻ്റെ 23, 24, 25 വാക്യങ്ങളൊക്കെ വായിക്കണം. ഒരു കനാന്യ സ്ത്രീ, അതായത് ഒരു സിറോഫോയിനീഷ്യൻ ലേഡി, അതായത് സിറിയയുടെയും ഫൊയ്നിക്കയുടെയും ലബനോന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് സിറോഫോയിനീഷ്യ. സിറോഫോയിനീഷ്യ എന്ന് പറഞ്ഞാൽ സിറിയയും ലബനോനും ചേരുന്നൊരു ഭാഗമാണ്. അവിടുന്ന് ഒരു സ്ത്രീ വന്നിട്ട് കർത്താവിനോട് പറയുക, ഭൂതോപദ്രവം ബാധിച്ച് കിടക്കുക, എൻ്റെ മകൾ, അവൾക്ക് സൗഖ്യം വേണം. കർത്താവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവ് പറയുന്നത് മക്കളുടെ അപ്പമാണ്, അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. കർത്താവ് അന്യായമൊന്നും അല്ല പറയുന്നത്, ആ ഫാക്റ്റാണ്. കാര്യം ജാതികളുടെ അടുക്കൽ പോകരുത്. അവരതുപോലെ തെറ്റിപ്പോയിരിക്കുന്നവർ, അവർക്കൊരു അനുഗ്രഹവുമില്ല. ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടും, നിത്യ നരകത്തിലേക്ക് പോകും, ഒരു രക്ഷയ്ക്കും വഴിയില്ലാതെ കിടന്നിരുന്നവരാ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്.
ഇവിടെ നിങ്ങൾക്ക് ഉള്ള ഒരു പ്രോമിസ് അല്ല ഇത്. യു ഹാവ് ആബ്സല്യൂട്ട്ലി നോ ചാൻസ് ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോമിസ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കിങ്ഡം ഗോസ്പലിന്റെ ഭാഗമല്ല നിങ്ങൾ. ഇവിടെ അടുത്ത വാക്യം കണ്ടില്ലയോ? റോമാലേഖനം, കഴിഞ്ഞ ദിവസം ഞാൻ ഇതെല്ലാം കാണിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞ ഇസ്രായേലിയർ, അവർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അവരുടെ ഇടയിലേക്കാണ് വരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ദത്തങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അവർക്കാണ് കൊടുത്തിരുന്നത്. പിതാക്കന്മാരും മഹത്വവും ആരാധനയും എല്ലാം അവർക്കാണ് പ്രവാചകന്മാരെ അവരുടെ ഇടയിൽ അയച്ചിരിക്കുന്നത്. ജാതികളോട് പറയാനല്ല ഒരു പ്രവാചകനെ അയച്ചത്. 12 മൈനർ പ്രോഫറ്റും 5 മേജർ പ്രോഫറ്റും വന്നത് അവരോട് പ്രസംഗിക്കാനാണ്. എൻ്റെ ജനം, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു. അവരോടായി പറയുന്നത്. ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിക്കളഞ്ഞു. അവരെ നന്നാക്കുന്നതും അവരെ തിരിച്ചു വരുത്തുന്ന കാര്യമാണ് ഈ പദ്ധതിയിൽ പറയുന്നത്. ഇവിടെ ജാതികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അഡ്രസ്സേ ചെയ്യുന്നില്ല. പ്ലീസ്, നിങ്ങൾ ഈ ഇത്ര പച്ചയായ സത്യങ്ങളെ മറച്ചു വെച്ചിട്ട് ഈ കപട ഉപദേശത്തിനകത്തിൽ അകപ്പെട്ടു പോകൽ. ഇത് യഹൂദിയ വിശ്വാസമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യമാണ് പറയുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനും ലോർഡ്സ് പ്രയറും അത് തന്നെയാണ് പറയുന്നത്. തുടർമാനമായിട്ട് നിറയെ എക്സാമ്പിളുകൾ അതിന് കാണിക്കുവാനായിട്ട് കഴിയും. ഞാൻ അധികം സമയം പോകാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. 1000 ആണ്ട് വാഴ്ച ഇവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതി. അതിനുശേഷം ഇവർ ആ നിത്യതയിലേക്ക് കടക്കുക. കർത്താവ് രാജാവായിട്ട് വരും. അതാണ് അവർ കാത്തിരിക്കുന്നത്. ആ മശിഹ രാജാവായിട്ട് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ കർത്താവ് അതിൻ്റെ 1-ാമത്തെ വരവ് അവരാരും അറിഞ്ഞില്ല. അങ്ങനൊരു വരവ് കർത്താവ് വരുമെന്നുള്ളത്. പറഞ്ഞിരുന്നതാണ്, പ്രവചിച്ചിരുന്നതാണെങ്കിലും അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. സാത്താൻ അവരുടെ കണ്ണ് കുരുടാക്കിയിരുന്നതിനാൽ അവർക്ക് കർത്താവിൻ്റെ 1-ാമത്തെ വരവ് ഒരുത്തർക്കും മനസ്സിലായിട്ടില്ല. ഒരു കുഞ്ഞുങ്ങളും മഹാപുരോഹിതനും മനസ്സിലായിട്ടില്ല. പൗരോഹിത്യ വൃന്ദത്തിന് ഒരുത്തർക്കും മനസ്സിലായിട്ടില്ല. ഗമാലിയേൽ ശാസ്ത്രിക്ക് മനസ്സിലായിട്ടില്ല. അന്നത്തെ തിരുവചനത്തിലെ അഗ്രഗണ്യന പരീശന്മാരുടെ പ്രമാണിയ നിക്കോദിമോസ്, ഇവർക്ക് ഒരു മനുഷ്യർക്കും മനസ്സിലായില്ല കർത്താവ് എന്തിനാ വന്നതെന്ന്. കർത്താവ് അങ്ങനെ വന്നത് അത് അവർ കാത്തിരുന്ന മശീഹയാണെന്ന് മനസ്സിലായത് വളരെ ചുരുക്കം പേർ. അവരാണ് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം. 12 അപ്പോസ്തലന്മാരും 12 ശിഷ്യന്മാർ കർത്താവിനോടുള്ളതും ചെറിയ കൂട്ടം. അവരാണ് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത്. അവരോടാ പറയുന്നത് സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അല്ലല്ലേ, ഇതാണ് ആ സ്വർഗരാജ്യത്തിൻ്റെ അവരുടെ സുവിശേഷം. നിങ്ങൾ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, കർത്താവ് ഈ പഠിപ്പിക്കുന്ന ഈ ഗിരിപ്രഭാഷണം ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. അതിലാര് കടക്കും, അതിലാര് കടക്കത്തില്ല, അതിലെ ഉപമകളെല്ലാം നോക്കണം. അത് അവരോട് പറയുന്നതാണ്. ഇവിടെ ഒരു ജാതികളുമില്ല. നമ്മൾ ഇന്ന് ഈ ഗിരിപ്രഭാഷണം പഠിപ്പിക്കാൻ തന്നെ ആൾക്കാർ മാസങ്ങളോളം എടുത്ത് നമ്മളെ ഗിരിപ്രഭാഷണം പഠിപ്പിക്കുക. നമ്മൾ ഗിരിപ്രഭാഷണവുമായിട്ട് എന്ത് ബന്ധമാണ്? ആക്ച്വലി അവരോട് പറഞ്ഞിരിക്കുന്ന പദ്ധതിയാണ്. ഇവിടെ സെന്റിമെന്റ്സ് ഒന്നുമല്ല വിഷയം. നമ്മുടെ വിളി എന്താണെന്ന് കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്തവണ്ണം ഈ സംഗതികളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ പദ്ധതി മറച്ചിരിക്കുക. ഇന്ന് എത്ര ക്രിസ്ത്യാനിക്ക് അറിയാം നമ്മുടെ രക്ഷാപദ്ധതി എന്താണെന്ന്? എന്താണ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്? ആർക്കാ അറിയാവുന്നേ? ഒരു പ്രസ്ഥാനത്തിലും അത് പഠിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഇതാണ് കിങ്ഡം, യഹൂദന്റെ പദ്ധതി, പുത്തനാം യെരൂശലേം, കർത്താവിന്റെ 2-ാം വരവ്. ഇതൊന്നും താങ്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അതിന് കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവും. നാം ഇവിടുന്ന് ചേർക്കപ്പെടും. സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ടായിട്ട് മധ്യാകാശത്തിൽ കർത്താവിനോട് ചേരും. അവിടെ നമ്മൾ ആ തേജസ്സിന്റെ സിംഹാസനം, നമ്മുടെ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് പ്രതിഫലം സ്വീകരിച്ച് നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുകയാണ്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ഈ 300 കോടിയിൽ എത്ര കോടി കൈവിടപ്പെട്ടു പോയാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകും. ഒരല്പമെങ്കിലും അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കാനായിട്ട്. നിങ്ങളുടെ വിളി എന്താണ്? നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ഇന്ന് യഹൂദനെന്നും യവനെന്നും ജാതികളൊന്നും ഇല്ല എന്ന് പറയും. ശരിയാ, ഇന്ന് അതില്ലാത്തത്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു, എത്തി നോക്കാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ യഹൂദ മതാനുസാരിയായി മാറണം.
പരിച്ഛേദന ചെയ്ത് 10 കൽപ്പനകൾ അനുസരിച്ച് അവരുടെ പ്രമാണങ്ങൾ അനുസരിച്ചാലേ യഹൂദിയ മതാനുസാരി, അതായത് ഈ കിങ്ഡം ഗോസ്പലിൽ വിശ്വസിച്ച് അവിടെ കയറാൻ പറ്റുമായിരുന്നു. അതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചുരുക്കം ചിലർ അങ്ങനെ പോയിട്ടുണ്ട്. അതല്ല ക്രിസ്ത്യാനിറ്റിയുടെ വിളി. ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന പദ്ധതിയാണ്. അത് യഹൂദന് കൊടുത്ത പദ്ധതിയുമായിട്ട് നിങ്ങൾ കയറി കൂട്ടി കലർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളി എന്താണെന്നേ അറിയാതെ പോകും. നമ്മുടെ രക്ഷാ പദ്ധതി ഇന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സുവിശേഷമായി മാറിയിരിക്കുന്നത്? നമ്മൾ സത്യം അറിയാതെ പോയിരിക്കുന്നുണ്ട്. ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കർത്താവ് അവരുടെ ഇടയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. കർത്താവ് മശിഹ വാഗ്ദത്ത പ്രകാരം അവരുടെ ഇടയിൽ ജനിക്കുക, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുക, അവരോട് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുക, കർത്താവ് മരിക്കുക, തോളോട് തല ചായച്ചു മരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. എന്നാൽ എന്തിനു മരിച്ചു അതവിടെ പറയുന്നില്ല, അവിടെ ആർക്കും അറിയത്തില്ല. അത് വെളിപ്പെടുത്താനായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരാളെ വിളിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ്. ആ ക്രൂശിന്റെ മഹത്വം എന്താണ്? ആ മരണം എന്തിനായിരുന്നു? അതെന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, മറുവില യാഗം? ഇതെന്താ അവിടെ നടന്നതെന്ന് വിശദീകരിക്കുന്നത് അതിനുശേഷം അപ്പോസ്തലനായ പൗലോസിൽ കൂടി റോമ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയുള്ള 13 സഭാലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ എന്ന് പറയുന്ന ലേഖനങ്ങളിൽ കൂടാണ് നമ്മുടെ പദ്ധതി എന്താണെന്നേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അത് നമുക്ക് ആർക്കും ഇന്ന് അറിയത്തില്ല. നമ്മൾ മുഴുവനും 4 സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉലകമെമ്പാടും പോയി ആൾക്കാരെ സ്നാനപ്പെടുത്തുക, മാനസാന്തരപ്പെടുത്തുക. അത് താങ്കളോട് പറഞ്ഞിരിക്കുന്നതല്ല. വെളിയും തിരഞ്ഞെടുപ്പും എന്താണെന്നറിയാതെ സാത്താൻ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഒരു ഭയങ്കര ഉപായത്താൽ ചതിച്ചിരിക്കുക ക്രിസ്ത്യാനിറ്റി മുഴുവൻ. അതാ ഞാൻ പറയുന്നത്, അങ്ങ് ഒന്നാമത്തേത് മുതൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 45,000-നെയും ചതിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക ഡിനോമിനേഷനെതിരായിട്ടൊന്നും അല്ല നമ്മൾ ഈ പറയുന്നത്. ദ ഹോൾ ക്രിസ്ത്യാനിറ്റി, ദ ഹോൾ ക്രിസൻഡം നിത്യ നരകാഗ്നിയിലേക്ക് കാല് നീട്ടിയിരിക്കുക. ഹല്ലേലൂയ. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇതാണ് ആ രാജ്യം, ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നത്. അതിനെയാ പുത്തനാം യെരൂശലേം എന്ന് പറയുന്നത്. അതിലവർ നിത്യം വാഴാൻ പോകുക. അത് 12 ഗോപുരങ്ങളും 12 സിറ്റിയും 12 മതിലുകളും ഒക്കെ ആയിട്ട് അവരുടെ സ്വർഗീയ പദ്ധതി. അതിന് ജെറുസലേമാണ്, അത് ന്യൂ ജെറുസലേമാണ്. അത് അവരുടെ പദ്ധതിയാണ്. താങ്കൾ അതിൻ്റെ ഭാഗമല്ല. താങ്കളുടെ വിളി സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അതിനാണ് റാപ്ചർ. സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ടായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത്. നമ്മൾ നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുക. ഇതാണ് നമ്മുടെ പദ്ധതി. ഹല്ലേലൂയ. അതിനെയാണ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. പഴയ നിയമത്തിലും ചർച്ച് എന്ന് പറയുന്നുണ്ട്. ആ ചർച്ച് എന്നൊക്കെയുള്ള വാക്കിനെ ഒരുമാതിരിപ്പെട്ട പല വാക്കുകളെ ഇതുപോലെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ കൂട്ടമെന്നേ ഉള്ള അതിനർത്ഥം. പഴയ നിയമത്തിലെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. വിൽഡേർനെസ്സിലെ ചർച്ചിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, 38-ാം തോന്നുന്നു, മോശയുടെ കാലത്തെ ചർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് ചർച്ച മനസ്സിലായോ? യോവേൽ പ്രവചനത്തിൽ പറഞ്ഞത് സഭയെ വിളിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ. ഏത് സഭയുടെ കാര്യമായി പറയുന്നത്? ഈ കാലഘട്ടത്തിലെ സഭയുടെ കാര്യമാണോ ആ പറയുന്നത്? അവരുടെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിൽ കൂടി കാൽവറിയിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ മറുവില യാഗമായിരിക്കുക. ആ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷ കിട്ടുന്ന സ്വർഗീയ പദ്ധതിയാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. ഇവിടെ യഹൂദനെന്നും യവനെന്നും ഒന്നുമില്ല, എല്ലാവർക്കും രക്ഷ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ അതിൻ്റെ മാർഗം എന്താണ്, അതിൻ്റെ വിളി എന്താണ്, അതിലെ സുവിശേഷം എന്താണ് നമുക്ക് അറിയാതെ പോയിരിക്കുന്നത്. നമ്മൾ ഈ യഹൂദൻ്റെ കിങ്ഡം ഗോസ്പലിൽ വല്ലാതെ തെറ്റിദ്ധരിച്ച് വല്ലാതെ മിക്സായി പോയിരിക്കുക. ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം അതാണ്. സാത്താൻ നമ്മളെ തെറ്റിച്ചിരിക്കുന്ന ഇതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റില്ല, ഇതുപോലൊരു ഫേക്ക് ക്രിസ്ത്യാനിറ്റി ഇല്ല. നമ്മുടെ വിളി എന്താണെന്ന് അറിയാതെ പോയിരിക്കുക. അത് ഇന്ന ഡിനോമിനേഷനൊന്നുമില്ല, സകലമാന പേരും 100% പേരും ഈ തെറ്റിൽ അകപ്പെട്ടിരിക്കുക. അതുകൊണ്ട് കണ്ണു തുറക്കാനും ഈ സത്യം മനസ്സിലാക്കാനും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണോ താങ്കളുടെ വിളി? താങ്കളെ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണോ ദൈവം വിളിച്ചിരിക്കുന്നത്? അതോ സ്വർഗത്തിൻ്റെ അംബാസിഡേഴ്സ് ആയിട്ട് കർത്താവിൻ്റെ രാജ്യം, അതായത് നാം സ്വർഗത്തിൽ വാഴാൻ പോകുന്ന ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷന് വേണ്ടിയിട്ടാണോ താങ്കളെ വിളിച്ചിരിക്കുന്നത്? ശാന്തമായിട്ട് ചിന്തിക്കുക.
ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഈ കിങ്ഡം ഗോസ്പൽ എന്താണെന്ന് നിങ്ങൾക്കൊരു ഏറെക്കുറെ ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ചാൻസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് ചോദിച്ചാട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് എത്ര വേണമെങ്കിലും എലാബറേറ്റ് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ, നിങ്ങൾക്ക് വിവരിച്ചു തരാൻ കർത്താവിൽ പ്രതിജ്ഞാബദ്ധരാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. മറനാഥ.